ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ വെക്കാനുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും സ്വല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ട് വെന്ത് ഇതുപോലെ കുഴഞ്ഞു വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഈ മസാലയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, ഇത് 1 കിലോ ചിക്കനുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി നമ്മുടെ മസാലയായിട്ട് യോജിപ്പിക്കണം. എന്നിട്ട് നല്ല തിളച്ച വെള്ളയിൽ അത് ആ ചിക്കൻ്റെ ലെവലിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി അതിലേക്ക് 2 കപ്പ് വെള്ളം, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പിന്നെ വന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക്, പിന്നെ വന്നിട്ട് സവാള ഇത്ര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് നെയ്യും ഉപ്പും കൂടെ ചേർത്ത് നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ കറി ഈ ഒരു പരുവായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഗീ റൈസ് അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് പപ്പടം കൂടെ പൊരിച്ചെടുക്കാണ് കേട്ടോ. പപ്പടം പൊരിച്ചിട്ട് അതേ എണ്ണയിൽ തന്നെ കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ എന്താണെന്നല്ലേ? പപ്പ വരുമോ? എപ്പോഴാണ് പപ്പ വരുമോ എന്ന് പറഞ്ഞ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്രത്യേകത കേട്ടോ. ഇക്ക തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക കുറേ ദിവസത്തിന് ശേഷം വീട്ടിൽ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.